ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ലവ്ലി നസ്രത്ത്. നിങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ബീഫ് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ഈ കറി കാണാം. ഇറച്ചിക്ക് വേണ്ടുന്ന ചേരുവകൾ: ഇത് 2 സവാള, ചെറിയ സവാളയാണ്, 2 സവാള. പിന്നെ ഇതൊരു 10-20 ചെറിയ ചുവന്നുള്ളി, വലുതും ചെറുതും ഒക്കെ ആയിട്ട് 20 എണ്ണം. പിന്നെ ഒരു അരമുറി തേങ്ങ, ഒരു 15 വെളുത്തുള്ളി, മീഡിയം സൈസ് വെളുത്തുള്ളി കേട്ടോ. പിന്നെ ഇത്രയും ഇഞ്ചി, അതൊരു 1 ഇഞ്ച് 1.5-2 ഇഞ്ചോളം ഉണ്ട്. ഓക്കെ, പാൻ അടുപ്പത്ത് വെച്ചു നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇത് ഞാൻ കട്ട്ലേറ്റ് വറുത്തതിൻ്റെ വെളിച്ചെണ്ണ ബാക്കിയിരുന്നത് അങ്ങ് തീർക്കാന്ന് ഓർത്തതാണേ. നമുക്ക് തേങ്ങ ആദ്യം വറക്കാം കേട്ടോ. തേങ്ങ ഒരുവിധം ബ്രൗൺ കളർ, ഞാൻ നല്ല ബ്രൗൺ ആക്കാറില്ല, ഒരു 1/4 ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കും. ഒരു ഇച്ചിരി മഞ്ഞയിൽ വെള്ളം ഉള്ളത് കൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൈ പൊള്ളാതെ ഒന്ന് നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ വീഴാതെ അതൊന്ന് താത്തി വെച്ചാൽ മതി. ഞാൻ ഈ കട്ട്ലേറ്റ് ഒക്കെ വറുത്തപ്പോൾ തന്നെ ഞാനത് അങ്ങ് ചിലവാക്കി തീർക്കും. എന്തെങ്കിലും ഫ്രൈ ചെയ്യാനോ എന്തെങ്കിലും എടുത്ത് അങ്ങനെ വെച്ചേക്കത്തില്ല. പിന്നെ അടുത്ത പ്രാവശ്യം കട്ട്ലേറ്റ് വറുക്കാൻ നേരത്ത് നമ്മൾ ഫ്രഷ് വെളിച്ചെണ്ണ എടുക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ കുറച്ചെടുത്ത് സൂക്ഷിച്ച് വെക്കും. അങ്ങനെയാ മൊത്തം അങ്ങ് ഇടയ്ക്ക് എന്നിട്ട് ഒരു ചേഞ്ച് പോലെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വറുക്കും. അടുപ്പിച്ച് വറുത്ത് കൊടുത്താല് ഈ പറഞ്ഞതുപോലെ രസമില്ലല്ലോ. ഇത് അരമുറിയാണ്. 1 കിലോ ഇറച്ചിക്ക് വേണ്ടുന്ന ചേരുവകളാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇറച്ചി ഞാൻ കഴുകി ഇത് വെള്ളം പോകാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളം പറ്റി കഴിയുമ്പം ആ പൊട്ടൽ അങ്ങ് നിൽക്കും. ഇത്രയും ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഞാൻ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുവേ. ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം, ഒന്ന് ചെറുതായിട്ട്. കാരണം സവാള നമ്മൾ വളരെ നീരിതായിട്ടല്ലേ അരിഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചുവന്നുള്ളിയും സവാളയും 2ഉം ഇടും. കാരണം ചുവന്നുള്ളിയാണ് എപ്പോഴും ബീഫിന് ടേസ്റ്റ് നൽകുന്നത്. നമ്മൾ മൊത്തം ചുവന്നുള്ളിയിൽ ചെയ്താൽ അത്രയും ടേസ്റ്റാണ്. ഞാൻ സവാള ഇട്ട് കൊടുക്കുവാണേ. സവാള പെട്ടെന്ന് വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നേ. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുവാണേ. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടി പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. ഞാനിത് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇച്ചിരി ഹീപ്പ, ഒത്തിരി ഹീപ്പല്ല, ഗരം മസാല. ഇപ്പൊ നമ്മൾ പച്ചമണം മാറുന്നത് വരെ ലോ ഹീറ്റിൽ വഴറ്റണം. നമ്മൾ ഈ കുക്കിംഗ് എല്ലാം നമ്മൾ ഒത്തിരി ആസ്വദിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാകും. അതൊരു സത്യത്തിൽ ഒരു പാഷനും കൂടിയാണ് കുക്കിങ്. നമ്മൾ എത്ര നന്നായിട്ട് നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്നു അത്രയും നന്നായിട്ട് ടേസ്റ്റും ഉണ്ടാകും. അങ്ങനെയാണ് അതിൻ്റെ കുട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഇച്ചിരി സ്നേഹവും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടേസ്റ്റ് ആവും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് സ്നേഹവും പിന്നെ നമ്മൾ ആസ്വദിച്ച് എല്ലാം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റോടുകൂടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.
ഒരു തക്കാളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഒരുവിധം നല്ല മീഡിയം സൈസ് തക്കാളിയാണ്. അത് ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂണ് സോൾട്ടും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളി നന്നായിട്ട് അത് ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് സ്മാഷ് ആവണം, എണ്ണ തെളിയും. ടൊമാറ്റോ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. ഞാൻ മിക്സിയിൽ അത് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പുറത്തെ വീട്ടില് ഒരു ചേച്ചി ഇരുന്ന് നല്ല അലക്കുക. അപ്പൊ അതിന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ചിലപ്പോ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാമായിരിക്കാം. നമ്മുടെ അരപ്പ് എണ്ണയൊക്കെ തെളിഞ്ഞു. ഞാൻ ഇറച്ചി 1 കിലോ കഴുകി ഒക്കെ വെച്ചേക്കുന്നതാട്ടോ. വെള്ളം എല്ലാം വാർന്ന ഇറച്ചിയാണ്. അത് ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ ഉപ്പ് തക്കാളി വഴറ്റിയപ്പോൾ ഇട്ട് കൊടുത്തായിരുന്നല്ലോ. ഇനി വേണമെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ എപ്പോഴും ഈ അരപ്പിൻ്റെ അകത്ത് കുറച്ച് നേരം ഇങ്ങനെ മാരിനേഷൻ നടക്കുന്നത് എൻ്റെ ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്ത് ഇതിലെ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നത് വരെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇതിൽ കിടന്നങ്ങ് പിടിച്ച് കഴിയുമ്പോഴേ ഞാൻ കുക്കറിലിട്ട്, പിന്നെ ബീഫാണല്ലോ വേവുണ്ട്, അപ്പൊ പിന്നെ അത് വേവിക്കത്തുള്ളൂ. നല്ല ടേസ്റ്റാട്ടോ. ഒത്തിരി എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളിത് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവര് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയറിങ് ചെയ്യണം കേട്ടോ. ഞാൻ 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുറച്ച് വെള്ളം ഞാൻ ഈ പാനൊന്ന് കഴുകി ഒഴിക്കുവാണ്. ഞാൻ തിളപ്പിച്ചിട്ടേ ഒഴിക്കത്തുള്ളൂ. പച്ചവെള്ളം ഞാൻ ഒരിക്കലും ഒഴിക്കാറില്ല. നമ്മൾ അങ്ങനെ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പച്ച ചുവയ്ക്കും. കുക്കർ അടച്ചു വെച്ചു. ഇനി ഇത് ഞാൻ വേവിക്കുന്നത് വെയിറ്റ് സ്റ്റീം വന്നു കഴിയുമ്പോഴേ ഞാൻ വെയിറ്റ് ഇടത്തുള്ളൂ. വെയിറ്റ് ഇട്ടത് തുടങ്ങി 12 to 13 or 15 minutes ഞാൻ വേവിക്കും. അത് നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണം. സോ ബീഫ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വി വിൽ കം ബാക്ക്. ഓക്കെ, നമ്മുടെ കറി ഇറച്ചി വെന്തു. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ്, ഗരം മസാല, പെപ്പർ ഇച്ചിരി കുറവുണ്ട്. അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണേ. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, നല്ല നെയ്യുള്ള ഇറച്ചിയായിരുന്നേ. ഇത്രയും നെയ്യ് കൂടുതലും പ്രശ്നമാട്ടോ. പിന്നെ ഇവിടെ ബീഫൊക്കെ വാങ്ങിക്കുന്ന വല്ലപ്പോഴുമാണ്. നെയ്യൊക്കെ ഞാനിനി മേളിൽ നിന്ന് കുറച്ചങ്ങ് ഊറ്റിക്കളയും. കാരണം ഇത്രയും നെയ്യൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. നമ്മുടെ ഇറച്ചിക്കറി ശരിയായി. ഇനി ഞാൻ കടുകും കൂടി തളിക്കുമേ. പാൻ അടുപ്പത്ത് വെച്ചു. എൻ്റെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, കാരണം നല്ല നെയ്യുണ്ടല്ലോ. അപ്പം ആ ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരിച്ചിരി വെളിച്ചെണ്ണ കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുകയാണേ. ഒരു വറ്റൽമുളകും കറിവേപ്പില പെട്ടെന്ന് ഇട്ടപ്പോഴേ തെറിച്ചു. ഒന്ന് മൊരിഞ്ഞിട്ട് കറിയിലോട്ട് ഒഴിച്ചിട്ട് അടച്ചു വെക്കും. അങ്ങനെ കടുക് താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും വരും. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണേ. അടച്ചു വെക്കണം കേട്ടോ. സോ നമ്മുടെ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. കപ്പ, ഇറച്ചിക്കറി, തോരൻ, ചക്കക്കുരു തോരൻ ഇതെല്ലാമായിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്.
നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ നിങ്ങളെല്ലാവരും ശുഭമായിരിക്കട്ടെ. ബൈ.